സ്വകാര്യ ബസ്സുകളുടെ അപകട ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്കിനി നേരിട്ട് മോട്ടോർ വാഹന വകുപ്പിനെ അറിയിക്കാം. MVD നൽകുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോ എടുത്തയച്ചാൽ മതി. വാട്സ്ആപ്പ് നമ്പറുകൾ എല്ലാ സ്വകാര്യ ബസ്സുകളിലും പ്രദർശിപ്പിക്കും. വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്ക് നേരിട്ട് പരാതികൾ അറിയിക്കാനുള്ള സംവിധാനം ശക്തിപ്പെടുത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. പൊതുജനങ്ങൾക്ക് പരാതി നൽകാനുള്ള വാട്സ്ആപ്പ് നമ്പർ എല്ലാ സ്വകാര്യ ബസ്സുകളിലും മോട്ടോർ വാഹന വകുപ്പ് പതിക്കും. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ പോസ്റ്റർ പതിച്ച് കോഴിക്കോട് RTO AP നസീർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ആമേ ഡ്രൈവ് ഡേഞ്ചറസ്ലി എന്നൊരു സ്റ്റിക്കർ പതിപ്പിക്കുകയാണ്. അതിൽ എൻഫോഴ്സ്മെൻറ്റ് RTOയുടെ നമ്പറുണ്ട്. ആൾക്കാർക്ക് ലൈവായിട്ട് കിട്ടുന്ന ലൈവായിട്ട് കിട്ടുന്ന സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ വീഡിയോ സഹിതം റെക്കോർഡ് ചെയ്ത് ഈ നമ്പറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കും. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്യുന്നത് തടയാനുള്ള നടപടിയും അധികൃതർ സ്വീകരിക്കണമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ഗവൺമെൻറ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ പാഞ്ഞു പോകുന്ന ഒരു ബൈക്കുകാരനൊരു ഫോട്ടോ എടുത്ത് വിട്ടാൽ അല്ലെങ്കിൽ കാറുകാരനൊരു ഫോട്ടോ എടുത്ത് വിട്ടുക അതിന് ഫൈൻ ഈടാക്കൂല. നമ്മളെ വിളിപ്പിക്കണോ, ഓണറെ വിളിപ്പിക്കണോ, അല്ലെങ്കിൽ ഡ്രൈവറെ വിളിപ്പിക്കണോ, പരാതിക്കാരനെ വിളിക്കണോ, എന്നിട്ട് ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം ഫൈൻ ഇടാൻ പാടുള്ളൂ. പരാതികളിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.